വായനയുടെ ലോകം വിസ്മയകരമാണ്. വായിക്കുന്ന വ്യക്തി, സമൂഹം അത് വളർച്ചയുടെ ഔന്നത്യങ്ങളിലേക്ക് ഉയരും. മൊബൈലിന്റെയും ആധുനിക സോഷ്യൽ മീഡിയകളുടെ ഒക്കെ സ്വാധീനം വായനയുടെ സംസ്കാരത്തെ ഇന്ന് നഷ്ടപ്പെടുത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് വരദ എന്ന പെൺകുട്ടി നമുക്ക് വിസ്മയകരമായി മാറുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വിളവൂർക്കൽ മലയത്ത് ഉള്ള വരദ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇതിനകം 350 പുസ്തകങ്ങൾ വായിക്കുകയും അതിന്റെ സംക്ഷിപ്തം എഴുതി സൂക്ഷിക്കുകയും ചെയ്ത വ്യക്തി. വിവിധ മേഖലകളിലേക്ക് വായന അനുഭവം പങ്കിട്ട്, കഥകൾ പങ്കിട്ട് ഒരു പുതിയ മാതൃക നമുക്കിടയിൽ സൃഷ്ടിക്കുകയാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥി സമൂഹത്തിന് വരദയുടെ കഴിവുകളും സംഭാവനകളും മാതൃകയാകും എന്നതിന് സംശയമില്ല. ലൈഫ് ചാനലിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വരദ പുസ്തക വായനയിലേക്ക് ഇഷ്ടപ്പെടാനും പുസ്തക വായന ആരംഭിക്കാനും തുടങ്ങിയ ഒരു പശ്ചാത്തലം പറയാമോ? ഞാൻ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്ന പ്രായം തൊട്ട് വായിച്ചു തുടങ്ങിയിരുന്നു. അന്ന് കൊറോണ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ പലരും മൊബൈൽ ഫോണിലും ഗെയിംസിലും ഒക്കെ അഡിക്റ്റ് ആയപ്പോൾ ഞാൻ പുസ്തകങ്ങളിലാണ് അഡിക്റ്റ് ആയത്. ഞാൻ ഒരു ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പിന്നീട് അമ്മയും അച്ഛനും കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു തരാൻ തുടങ്ങി. അത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വായിച്ചു തീരുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തു, സ്കൂൾ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെ വായിച്ചു തുടങ്ങിയതാണ്. പിന്നെ പുസ്തകോത്സവങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ പങ്കെടുത്തു. എനിക്ക് വായനയിലോട്ട് വന്നുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. ഞാൻ വായിച്ച പുസ്തകത്തിലെ എഴുത്തുകാരൊക്കെ പരിചയപ്പെടാൻ പറ്റി. എനിക്ക് 3ാം ക്ലാസ്സിൽ മഞ്ഞപ്പാവാട ഒരു പാഠം എഴുതിയ ഡോക്ടർ കെ ശ്രീകുമാർ സാറിനെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? ഞാൻ ആദ്യം ബാലസാഹിത്യമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നോവലിലോട്ട് കടന്നിട്ടുണ്ട്. വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഒന്ന് പറയാമോ? എനിക്ക് പി നരേന്ദ്രനാഥ് എഴുതിയ വികൃതിരാമനാണ് ഇഷ്ടം. വികൃതിരാമൻ എന്ന് വെച്ചാൽ ഒരു കുട്ടി കൊരങ്ങനാണ്. അവന്റെ വികൃതികളും സങ്കടങ്ങളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയ സമയത്തെ അത് തിരഞ്ഞെടുക്കാനായിട്ട് ആരെയാണ് സഹായിച്ചത്? അമ്മയും അച്ഛനും ഒക്കെ എന്നെ സഹായിച്ചു. നിനക്ക് ഈ പുസ്തകം വേണോന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വാങ്ങി തന്നു. ഈ ചില പുസ്തകങ്ങൾ വായിക്കുമ്പോഴേ വ്യത്യസ്തത തോന്നുമല്ലോ. വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഏതെങ്കിലും പുസ്തകങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ അത് മാറ്റിവെക്കാനായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വായനയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പൊ നോവലുകളൊക്കെ കാണുമ്പോ ഒരു കുറെ പേജുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് വായിച്ചപ്പോ ഇപ്പം സോണിയ ചെറിയാന്റെ ഇന്ത്യൻ റെയിൻബോ അതൊക്കെ ഒരു പട്ടാളത്തെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വായിച്ചപ്പോ അതൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതുവരെ വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്തി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? പുസ്തകങ്ങളുടെ സംക്ഷിപ്തം, അതിന്റെ ചുരുക്കം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ, ഞാൻ കഥക്കൂട്ട് എന്നൊരു പേരിട്ടിട്ട് ഒരു ആസ്വാദന കുറിപ്പ് എഴുതുന്ന പുസ്തകത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 350 പുസ്തകങ്ങളുടെയും ആസ്വാദന കുറിപ്പ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കഥക്കൂട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ? എന്താണ് അതിനെ കുറിച്ചുള്ള താല്പര്യം? അല്ല, ഞാൻ വേറെ കഥ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പുതിയ പുസ്തകമാണോ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതാണോ കഥക്കൂട്ടാണോ? പുതിയ പുസ്തകം. അപ്പൊ കഥക്കൂട്ടും പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ശരി. വരദ കഥകൾ പറഞ്ഞു കേൾപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ട്. കേൾപ്പിക്കാമോ? അല്ലേ? പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കഥ പറയാമോ? ഞാൻ നന്ദനാർ എഴുതിയ ഉണ്ണിക്കുട്ടന്റെ ലോകം എന്ന കഥ പറയാം. മഴ പെയ്യുന്ന ദിവസമായിരുന്നെങ്കിലും ഉണ്ണിക്കുട്ടൻ നന്നേ രാവിലെ തന്നെ എഴുന്നേറ്റു. സ്കൂളിൽ ചേരുന്ന ദിവസമല്ലേ, എഴുന്നേൽക്കുന്നത് പറ്റുമോ? ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമെന്നാണ് മുത്തശ്ശി പറയുന്നത്. അവൻ കട്ടയിൽ നിന്ന് എഴുന്നേറ്റ്
നിലത്ത് നിന്നു. ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായി അവൻ അച്ഛന്റെ കൂടെ കട്ടിലാണ് കിടക്കുന്നത്. ഉറക്കത്തിൽ മൂത്രമൊഴിക്കാത്തത് കൊണ്ടാണ് അച്ഛൻ അവനെ കൂടെ കിടത്തുന്നത്. അവൻ ഇടത്തെ കണ്ട് തിരുമ്മിക്കൊണ്ട് മുറിയിൽ ആകെ ഒന്ന് നോക്കി. അമ്മ പതിവ് പോലെ ഉണർന്നു എഴുന്നേറ്റ് താഴത്തേക്ക് പോയിരിക്കുന്നു. അമ്മിണി മലർന്നു കിടന്ന് ഉറങ്ങുന്നു. അച്ഛൻ പുതച്ചിരുന്ന പുതപ്പിന്റെ ഒരറ്റം നിലത്ത് വീണ് കിടന്നിരുന്നത് അവൻ എടുത്ത് കട്ടിലേക്ക് ഇട്ടു. അവൻ ജനലിന്റെ അടുത്തേക്ക് പോയി. ഹോ, എന്തൊരു മഴയാണിത്! കൊണ്ടുപിടിച്ച മഴ തന്നെ. രാത്രിയിലും ഇതിങ്ങനെ നിന്നു പെയ്യുകയായിരുന്നു. അവൻ തൊടിയിലേക്ക് നോക്കി. തൊടിയിലെ ചെവിലകളിലും വാഴയിലകളിലും മഴത്തുള്ളികൾ തങ്ങി നിൽക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ്. അവൻ തൊടിയിലെ അങ്ങേറ്റത്തെ മാവിൻകൊമ്പിലേക്ക് നോക്കി. ഒരു കാക്ക കരയുന്ന ശബ്ദം കേട്ടു. ഓടം കൊത്തിക്കൊണ്ടുപോയ കളക്കാക്കയായിരിക്കുമോ കരയുന്നത്? കരയട്ടെ, കാക്കകളെല്ലാം ആശ്രയകരങ്ങളാണ്. നേരെ പുലരുമ്പോഴേക്കും ഓരോ വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്തു തുടങ്ങുകയും ചത്ത പാമ്പിനെ കൊത്തി തിന്നുക, ചാണകക്കുണ്ടിൽ നിന്ന് പുഴുക്കളെ കൊത്തിയെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുക, സൂത്രത്തിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഓടം കൊത്തിക്കൊണ്ടുപോവുക. കവട അറിയാൻ അപ്പുണ്ണി കുറേശ്ശെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കട്ടെ, നല്ലവണ്ണം പഠിക്കട്ടെ. കാണിച്ചു കൊടുക്കുന്നുണ്ട് അവയ്ക്ക്. അല്ല, കാക്കകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടായില്ലല്ലോ. സ്കൂളിൽ ചേർന്ന ദിവസമല്ലേ? രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി തൊഴണമെന്ന് മുത്തശ്ശി ഇന്നലെ പറഞ്ഞിരുന്നു. മഴയായതുകൊണ്ടൊന്നും മുത്തശ്ശി അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിയിക്കാതിരിക്കില്ല. താഴത്തേക്ക് പോക തന്നെ. അവൻ കോണിപ്പടികൾ എണ്ണി എണ്ണി ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്ത് മുത്തച്ഛൻ ഒരു ജെക്കാളം പുതച്ചുകൊണ്ട് വിസ്തരിച്ചിട്ട് മുറുക്കുകയാണ്. കുട്ടന്മാർ എഴുന്നേറ്റ് പോയിരിക്കുന്നു. അയാളുടെ പായും തലേനെ ബെഞ്ചിന്റെ ഇരട്ടത്ത് മടക്കി വെച്ചിരിക്കുന്നു. മുത്തച്ഛൻ പുണ്ണിക്കുട്ടനെ കണ്ടിട്ടാണെന്ന് ചോദിച്ചു. മിടുക്ക് കുട്ടി, ഇന്ന് എന്തിനത്ര നേരത്തെ നിറ്റേ? മുത്തശ്ശൻ ഇന്നത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാന്നുണ്ടോ? അവൻ ഒരു നിമിഷം സംശയിച്ചു നിന്നു. മുത്തശ്ശൻ തുടർന്ന് ചോദിച്ചു, എന്തിനത്ര നേരത്തെ നിറ്റേ? തണുക്കണില്ലേ? മുത്തശ്ശന്റെ ചോദ്യം കേട്ടുകൊണ്ട് മുത്തശ്ശി അടുക്കളയിൽ നിന്നും ഉമ്മറത്തേക്ക് വന്നു. അവനാണ് മുത്തശ്ശന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. ഇന്നല്ലേ അവനെ സ്കൂളിൽ ചേർക്കണേ? ഉള്ളത് തന്നെ, ഞാനത് മറന്നു. അല്ല, എന്റെ കുട്ടി നന്നായി പഠിക്കുവോ? പഠിക്കും, അവൻ പഠിച്ച് മിടുക്കനാവും. അതിനും മുത്തശ്ശി തന്നെയാണ് ഉത്തരം പറഞ്ഞത്. ഉവ്വോ എന്റെ ഉണ്ണിക്കുട്ട, ഉവ്വ്. വളരെ സന്തോഷം. വരദ നല്ലൊരു വായനക്കാരിയാണ്, എഴുത്തുകാരിയാണ്, ഒരു ആദ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് സ്റ്റുഡിയോയിലൊക്കെ പ്രവേശിച്ചപ്പോഴും അത്തരം ഒരു മേഖലയിലേക്ക് വന്ന അനുഭവം കൂടി ഒന്ന് പങ്കിടാമോ? ഞാൻ നന്നായിട്ട് വായിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പുസ്തകോത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ നിയമസഭയിൽ നടന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഞാൻ പങ്കെടുത്തു. അവിടെ വെച്ച് ജോസഫ് അന്നംകുട്ടി ചേട്ടനെ ഞാൻ കണ്ടു. കുട്ടികൾക്ക് എങ്ങനെ ഒരു ആർജയാവാം എന്നായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. അപ്പോൾ ചേട്ടൻ അതിന് മറുപടിയും പറഞ്ഞു. അടുത്ത് തന്നെ ആകാശവാണിയിലെ ശ്രീകുമാർ സാറും ഇരുന്നു. അപ്പോൾ ശ്രീകുമാർ സാർ എന്നോട് പറഞ്ഞു, നീ ആകാശവാണിയിലേക്ക് വന്നോ, നിന്നെ ഞാൻ ആർജയാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകാശവാണിയിലേക്ക് ചെന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആർജയായിട്ട് ഞാൻ പോകുന്നത് ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ അങ്ങനെ ശിശുക്ഷേമ സമിതിയിലെ കുട്ടികളുടെ പ്രധാനമന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അവരെല്ലാം തിരഞ്ഞെടുത്ത് അവരുമായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ പോലെയായിരുന്നു ചെയ്തത്. കൂടാതെ ലോകത്തിലെ ആദ്യത്തെ കുട്ടികൾക്കായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് റേഡിയോയും കൂടിയായ സാഹിത്യവാണി 1.14ലും ഞാനിപ്പോ ഒരു കുട്ടി ആർജയാണ്. ഇപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങും ന്യൂസ് റീഡിംഗ് ആണ് എനിക്ക് കിട്ടിയ സെഗ്മെന്റ്സ്. വരദ കാർട്ടൂൺ സിനിമകൾ കാണാറുണ്ടോ? കാണാറുണ്ട്. ചില കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് വരദയുടെ ശബ്ദം കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ട്. അതൊന്ന് അനുഭവം പങ്കുവെക്കാമോ? ഉദാഹരണങ്ങൾ എന്തെങ്കിലും പറയാമോ? ഞാൻ ഇതേപോലെ എനിക്ക് പുസ്തകോത്സവങ്ങളിൽ പോയപ്പോഴാണ് ഓരോ മേഖലകളിലും എനിക്ക് വരാൻ പറ്റിയത്. അപ്പൊ ഞാൻ ഒരു ദിവസം പുസ്തകോത്സവത്തിന് പോയപ്പോ ഉമ്മ ചേച്ചിനെ കണ്ടുമുട്ടി. അപ്പൊ ചേച്ചി ഇങ്ങനെ ഡബിങ് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. കാർട്ടൂനൊക്കെ ഡബിങ് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നുകൊണ്ട് എന്റെ വോയിസ് നല്ലതായിരുന്നുകൊണ്ടും ചേച്ചി എനിക്ക് ഈ ഒരു ഡബിങ്ങിന്റെ ഒരു നമ്പർ തന്നു. അപ്പൊ ഞാൻ അതിൽ വിളിച്ച് ചോദിച്ചു, വോയിസ് അയച്ചു കൊടുത്തു. അപ്പൊ അവരെന്നെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഡബ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ കാർത്തു 5ലും ഉപ്പി 4ലും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. വരദ ഇപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഏതാണ്? ആ വായന അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ?
ഇപ്പോൾ എല്ലായിടത്തും നല്ല ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജൻ എഴുതിയ റാം കെയർ ഓഫ് ആനന്ദ. ആ പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തിൽ പ്രണയവും പ്രതികാരവും ഇമോഷണലും എല്ലാം ഉണ്ട്. എനിക്കിപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നായാണ് ആ ഒരു നോവൽ മാറുന്നത്. ഒരു സിനിമാറ്റിക് നോവൽ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് സിനിമ കൊറിയോഗ്രാഫി പഠിക്കാൻ വേണ്ടി ചെന്നൈയിൽ എത്തുന്ന ശ്രീറാമിന്റെ കഥയാണിത്. അപ്പൊ ശ്രീറാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെ പറ്റി ചെന്നൈയിലെ ഓരോ അനുഭവങ്ങളൊക്കെയാണ് ഈ കഥയിലൂടെ, ഈ നോവലിലൂടെ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മൾ ശരിക്കും ചെന്നൈയിൽ എത്തിയ ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇന്നത്തെ കുട്ടികളൊക്കെ മൊബൈലിന് അഡിക്റ്റ് ആണെന്നും മറ്റ് സോഷ്യൽ മീഡിയകളൊക്കെ ബന്ധിതരാണെന്നും പൊതുവെ ഒരു ആക്ഷേപമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മികച്ച വായനക്കാരിയായ വനിതയ്ക്ക് കൊച്ചു കൂട്ടുകാർ കൊടുക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം പറയാമോ? നിങ്ങളിപ്പോ നന്നായിട്ട് പുസ്തകം വായിക്കണം. ഒരു 100 പുസ്തകങ്ങൾ വായിച്ചാൽ 1000 അറിവുകൾ കിട്ടുമെന്നാണ് ഒരു പുസ്തകോത്സവത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് പുസ്തകം വായിക്കുന്നതിലൂടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റും. പാർക്കിൽ, ബീച്ചിൽ, പിന്നെ കൂട്ടുകാരുടെ വീട്ടിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. നിങ്ങൾ ആ പുസ്തകത്തിൽ ഒന്ന് മുഴുകിയിരുന്നു നോക്കൂ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്ക് പോകാൻ കഴിയും. അപ്പോ നിങ്ങൾ പുസ്തകം വായിക്കില്ലേ? വനിതയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അവരെ കുറിച്ചൊന്ന് പങ്കിടാമോ? എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും മാമനും ഒക്കെയാണ് ഉള്ളത്. അച്ഛൻ സൗദിയിലാണ്, അമ്മ ഹൗസ് വൈഫാണ്. അപ്പൊ സാധാരണ നമ്മൾ കഥകളിലൊക്കെ കേൾക്കാറുള്ളത് അമ്മൂമ്മയും അപ്പൂപ്പനാണ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറ്. പക്ഷെ ഇപ്പൊ ഞാനാണ് അവർക്ക് എങ്ങോട്ട് കഥ പറയുന്നത്. വനിത ഈ തലമുറയിൽ ഒരു വരദാനമാണ്. കുട്ടികളൊക്കെ പൊതുവെ മൊബൈലിന് അടിമപ്പെട്ടും ഇതര സോഷ്യൽ മീഡിയകളിലൊക്കെ ബന്ധിതരായിരിക്കുമ്പോൾ ഒരു കൊച്ചു വായനക്കാരി നമ്മുടെ ഇടയിൽ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. പുസ്തക വായനയിലും കഥ പറച്ചിലിലും പുതിയ തലങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ വനിതയുടെ ജീവിതവും കലയും കഴിവുകളും ഒരു മാതൃകയായി മാറുകയാണ്. വനിതയുടെ ഈ സംഭാവനകൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് പ്രചോദനമാകും, കൊച്ചുകൂട്ടുകാർക്ക് പ്രചോദനമാകും. വനിതയുടെ തുടർന്നുള്ള വളർച്ചയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. വനിതയെ പോലെ സവിശേഷതയുള്ള വ്യക്തിത്വങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.